ജ്യോതിസ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രഭാഷകൻ്റെ പുസ്തകം 35-ാം അധ്യായത്തിൽ നിന്നുള്ള ഓപ്ഷൻസോട് കൂടിയ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ചോദ്യം 1. നിരവധി ബലികൾ അർപ്പിക്കുന്നതിന് തുല്യമായതെന്ത്? എ. കൽപ്പനകൾ അനുസരിക്കുന്നത്. ബി. കരുണ കാണിക്കുന്നത്. സി. ഭിക്ഷ കൊടുക്കുന്നത്. ഡി. നിയമം പാലിക്കുന്നത്. ഉത്തരം ഡി. നിയമം പാലിക്കുന്നത്. ചോദ്യം 2. കൽപ്പനകൾ അനുസരിക്കുന്നത് എന്തിനു തുല്യമാണ്? എ. ദഹനബലി. ബി. കൃതജ്ഞതാബലി. സി. സമാധാനബലി. ഡി. ധാന്യബലി. ഉത്തരം സി. സമാധാനബലി. ചോദ്യം 3. കരുണയ്ക്ക് പകരം കരുണ കാണിക്കുന്നത് എന്തിനു തുല്യമാണ്? എ. ധാന്യബലി. ബി. സുരഭിലബലി. സി. ദഹനബലി. ഡി. സമാധാനബലി. ഉത്തരം എ. ധാന്യബലി. ചോദ്യം 4. കൃതജ്ഞതാബലി അർപ്പിക്കുന്നത് ആര്? എ. പുരോഹിതൻ. ബി. കരുണ കാണിക്കുന്നവൻ. സി. ഭിക്ഷ കൊടുക്കുന്നവൻ. ഡി. അനുഗ്രഹീതൻ. ഉത്തരം സി. ഭിക്ഷ കൊടുക്കുന്നവൻ. ചോദ്യം 5. കർത്താവിന് പ്രീതികരമായതെന്ത്? എ. ദുഷ്ടതയിൽ നിന്ന് ഒഴിയുന്നത്. ബി. കരുണ കാണിക്കുന്നത്. സി. ബലി അർപ്പിക്കുന്നത്. ഡി. കൃതജ്ഞത അർപ്പിക്കുന്നത്. ഉത്തരം എ. ദുഷ്ടതയിൽ നിന്ന് ഒഴിയുന്നത്. ചോദ്യം 6. എന്താണ് പാപപരിഹാര ബലിയായി കണക്കാക്കപ്പെടുക? എ. ദുഷ്ടതയിൽ നിന്ന് ഒഴിയുന്നത്. ബി. അനീതി വർജിക്കുന്നത്. സി. കരുണ കാണിക്കുന്നത്. ഡി. നന്മ പ്രവർത്തിക്കുന്നത്. ഉത്തരം ബി. അനീതി വർജിക്കുന്നത്. ചോദ്യം 7. നീതിമാന്റെ ബലി എന്തിനെയാണ് അഭിഷേകം ചെയ്യുന്നത്? എ. കർത്താവിനെ ഭയപ്പെടുന്നവനെ. ബി. കർത്താവിനെ ആശ്രയിക്കുന്നവനെ. സി. ബലിപീഠത്തെ. ഡി. ബലിവസ്തുക്കളെ. ഉത്തരം സി. ബലിപീഠത്തെ. ചോദ്യം 8. ആരുടെ ബലിയാണ് സ്വീകാര്യമായതും വിസ്മരിക്കപ്പെടാത്തതും? എ. നീതിമാൻ്റെ. ബി. ദൈവഭക്തൻ്റെ. സി. വിവേകിയുടെ. ഡി. നിയമങ്ങൾ പാലിക്കുന്നവൻ്റെ. ഉത്തരം എ. നീതിമാൻ്റെ. ചോദ്യം 9. നീതിമാൻ്റെ ബലിയുടെ സുഗന്ധം ഉയരുന്നത് എവിടേക്ക്? എ. അത്യുന്നതൻ്റെ സന്നിധിയിലേക്ക്. ബി. ദൈവത്തിങ്കലേക്ക്. സി. ആകാശത്തോളം. ഡി. സിയോനിലേക്ക്. ഉത്തരം എ. അത്യുന്നതൻ്റെ സന്നിധിയിലേക്ക്. ചോദ്യം 10. എപ്പോഴാണ് ലുബ്ധ് കാണിക്കരുതാത്തത്? എ. കാഴ്ച സമർപ്പിക്കുമ്പോൾ. ബി. ആദ്യഫലം സമർപ്പിക്കുമ്പോൾ. സി. ദശാംശം കൊടുക്കുമ്പോൾ. ഡി. ഭിക്ഷ കൊടുക്കുമ്പോൾ. ഉത്തരം ബി. ആദ്യഫലം സമർപ്പിക്കുമ്പോൾ. ചോദ്യം 11. എപ്പോഴാണ് മുഖം വാടരുതാത്തത്? എ. കാഴ്ച സമർപ്പിക്കുമ്പോൾ. ബി. ബലി അർപ്പിക്കുമ്പോൾ. സി. കർത്താവിൻ്റെ മുമ്പിൽ. ഡി. ദൈവസന്നിധിയിൽ. ഉത്തരം എ. കാഴ്ച സമർപ്പിക്കുമ്പോൾ. ചോദ്യം 12. സന്തോഷത്തോടെ കൊടുക്കേണ്ടതെന്ത്? എ. ദശാംശം. ബി. ഭിക്ഷ. സി. നേർച്ചകൾ. ഡി. ബലികൾ. ഉത്തരം എ. ദശാംശം. ചോദ്യം 13. കർത്താവ് പ്രതിഫലം നൽകുന്നവനാണ്. അവിടുന്ന് എത്രയായി തിരികെ തരും? എ. ഇരട്ടിയായി. ബി. 7 ഇരട്ടിയായി. സി. 100 ഇരട്ടിയായി. ഡി. 10 ഇരട്ടിയായി. ഉത്തരം ബി. 7 ഇരട്ടിയായി. ചോദ്യം 14. കർത്താവിന് എന്ത് കൊടുക്കരുത്? അവിടുന്ന് അത് സ്വീകരിക്കുകയില്ല. എ. കാഴ്ചകൾ. ബി. ബലികൾ. സി. കൈക്കൂലി. ഡി. നേർച്ചകൾ. ഉത്തരം സി. കൈക്കൂലി. ചോദ്യം 15. എന്തിൽ ആശ്രയിക്കരുത് എന്നാണ് പറയുന്നത്? എ. അനീതിപൂർവമായ ബലിയിൽ. ബി. അന്യായ സമ്പത്തിൽ നിന്നുള്ള ബലിയിൽ. സി. പങ്കിലമായ ബലിയിൽ. ഡി. ദഹനബലികളിൽ. ഉത്തരം എ. അനീതിപൂർവമായ ബലിയിൽ. ചോദ്യം 16. കർത്താവ് ഏത് തരം ന്യായാധിപനാണ്? എ. കരുണയുള്ള.
ബി നീതിമാനായ, സി പക്ഷപാതമില്ലാത്ത, ഡി കർക്കശനായ. ഉത്തരം സി പക്ഷപാതമില്ലാത്ത. ചോദ്യം 17. തിന്മയ്ക്ക് വിധേയനായവൻ്റെ എന്താണ് കർത്താവ് കേൾക്കുക? എ പരാതി, ബി പ്രാർത്ഥന, സി അപേക്ഷ, ഡി സങ്കടം. ഉത്തരം ബി പ്രാർത്ഥന. ചോദ്യം 18. ആരുടെ പരാതിയാണ് കർത്താവ് അവഗണിക്കുകയില്ലാത്തത്? എ വിധവയുടെ, ബി അനാഥൻ്റെ, സി തിന്മയ്ക്ക് വിധേയനായവൻ്റെ, ഡി നീതിമാൻ്റെ. ഉത്തരം എ വിധവയുടെ. ചോദ്യം 19. ആരുടെ പ്രാർത്ഥനയാണ് മേഘങ്ങൾ തുളച്ചു കയറുന്നത്? എ അനാഥൻ്റെ, ബി വിധവയുടെ, സി വിനീതൻ്റെ, ഡി നീതിമാൻ്റെ. ഉത്തരം സി വിനീതൻ്റെ. സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും സഹായിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ചോദ്യം 20. ന്യായവിധി നടത്തി നിഷ്കളങ്കന് നീതി നൽകാൻ അത്യുന്നതൻ സന്ദർശിക്കുന്നതുവരെ അവൻ പിൻവാങ്ങുകയില്ല. ആര്? എ നീതിമാൻ, ബി ദൈവഭക്തൻ, സി വിനീതൻ, ഡി അനാഥൻ. ഉത്തരം സി വിനീതൻ. ചോദ്യം 21. കർത്താവ് ആരുടെ ചെങ്കോലാണ് തകർത്ത് കളയുക? എ രാജാവിൻ്റെ, ബി നിർദ്ദയൻ്റെ, സി ധിക്കാരിയുടെ, ഡി അനീതി പ്രവർത്തിക്കുന്നവൻ്റെ. ഉത്തരം ഡി അനീതി പ്രവർത്തിക്കുന്നവൻ്റെ. ചോദ്യം 22. കർത്താവ് എപ്രകാരമാണ് തൻ്റെ ജനത്തിൻ്റെ പരാതികൾക്ക് വിധി കൽപ്പിച്ച് അവരെ ആനന്ദിപ്പിക്കുക? എ തൻ്റെ അനുഗ്രഹത്തിൽ, ബി തൻ്റെ നീതിയിൽ, സി തൻ്റെ കരുണയിൽ, ഡി തൻ്റെ ശക്തിയിൽ. ഉത്തരം സി തൻ്റെ കരുണയിൽ. ചോദ്യം 23. വരൾച്ചയുടെ നാളുകളിൽ മഴക്കാറ് പോലെ കഷ്ടതയിൽ ആശ്വാസപ്രദമാകുന്നത് എന്ത്? എ കർത്താവിൻ്റെ താങ്ങ്, ബി കർത്താവിൻ്റെ സ്നേഹം, സി കർത്താവിൻ്റെ സംരക്ഷണം, ഡി കർത്താവിൻ്റെ കരുണ. ഉത്തരം ഡി കർത്താവിൻ്റെ കരുണ. ഈ ചാനൽ കാണുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുന്ന ഓരോരുത്തരെയും ഒരുപാട് സ്നേഹത്തോടെ പ്രാർത്ഥനയോടെ ഓർത്തുകൊണ്ട് ഇനിയും നിങ്ങൾ സഹായിക്കുമെന്ന ശുഭപ്രതീക്ഷയോടെ ഈശോയുടെ നാമത്തിൽ നന്ദി, നമസ്കാരം.